വേനലവധിക്കാലമായതോടെ നാട്ടിലെമ്പാടും മ്യൂസിക് സ്കൂളുകൾ കൂണുകൾ പോലെ മുളച്ചു പൊന്തുകയാണ്. അവധിക്കാലം കഴിയുന്നതോടെ ഇവയിൽ ഒട്ടുമിക്കതിൻ്റെയും വാതിലടയും. കലയുടെ പേരിൽ കീശ വീർപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരം മുതലെടുക്കുകയാണ് ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക സ്കൂളുകളുടെയും ലക്ഷ്യം. ഇതൊന്നും അറിയാതെ ഒരു കൂട്ടം രക്ഷിതാക്കളും കുട്ടികളും ഈ വലയിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വേറിട്ടതാണ് ആറ്റിങ്ങലിലെ സംഗീത മ്യൂസിക് സ്കൂളിന്റെ പ്രവർത്തനം. കഴിഞ്ഞ 4 വർഷമായി ആറ്റിങ്ങലിൽ സംഗീത മ്യൂസിക് സ്കൂളിന്റെ പ്രവർത്തനം നടന്നുവരുന്നു. പ്രശസ്ത കീബോർഡിസ്റ്റായ വെൺകുളം പ്രദീപാണ് ഈ മ്യൂസിക് സ്കൂളിന്റെ അമരക്കാരൻ. ഞാൻ ഈ സംഗീത മ്യൂസിക് സ്കൂൾ ആരംഭിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. ഇതിപ്പോൾ 5ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഈ 4 വർഷത്തിനിടയിൽ എനിക്കുണ്ടായ നേട്ടം ഒരുപാട് കൊച്ചു കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനകരമായൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇവിടെ ആറ്റിങ്ങൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെക്കേഷൻ ആകുമ്പോൾ ഒരുപാട് സ്കൂളുകൾ ഇങ്ങനെ തലയെടുത്ത് വരാറുണ്ട്. ഈ 2 മാസം കഴിയുമ്പോൾ ഇതങ്ങ് അവസാനിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മളുടെ നാട്ടിൽ ആറ്റിങ്ങൽ കണ്ടുവരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ 4 വർഷവും ഈ സ്കൂള് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ എനിക്ക് സാധിച്ചു. ഒപ്പം ഒരുപാട് വിദ്യാർത്ഥികളെ, നല്ല കീബോർഡ് വായിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം. ആറ്റിങ്ങലിൽ ഇന്ന് ഏത് മേഖലയിലെടുത്താലും, സ്കൂൾ തലത്തിലെടുത്താലും, ഇപ്പോൾ CSI, നവഭാരത്, ഡയറ്റ്, ഗേൾസ് ഹൈസ്കൂൾ, ബോയ്സ് ഹൈസ്കൂൾ, എവിടെ എടുത്താലും അവിടെ നല്ലതുപോലെ കീബോർഡ് വായിക്കുന്ന വിദ്യാർത്ഥി എൻ്റെ സ്കൂളിൽ, സംഗീത മ്യൂസിക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള സത്യസന്ധമായുള്ള അഭിപ്രായം ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 4 വർഷത്തിനുള്ളിൽ പ്രദീപിന്റെ സമ്പത്ത് ഈ ശിഷ്യ സമ്പത്ത് തന്നെയാണ്. സംഗീത മ്യൂസിക് സ്കൂളിൽ പരിശീലിച്ച പ്രദീപിന്റെ ശിഷ്യരിൽ ഒട്ടുമിക്ക പേരും നല്ല കലാകാരന്മാരായി തലയുയർത്തി നിൽക്കുന്നു. സ്കൂൾ കോളേജ് വേദികളിലും എവിടെയും അഭിമാനപൂർവ്വം പെർഫോം ചെയ്യാൻ കഴിയുന്നവരായി ഇവരെ വാർത്തെടുത്തതിൽ പ്രദീപിനെ അഭിമാനിക്കാം.
ഒരു വേനലവധി കഴിയുന്നതോടെ ഒടുങ്ങുന്നതല്ല ഈ സംഗീത സബര്യ. ഈ സംഗീതയാത്രയിൽ അണിചേരാം ആർക്കും.